ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരി ആ ഒരു സത്യം തിരിച്ചറിയുകയാണ്. തന്റെ മകളല്ല സരയു എന്നും അതുപോലെ തന്നെ രാഹുലിന്റെയും താരയുടെയും മകളാണ് സരയു എന്ന സത്യം ശാരി തിരിച്ചറിയുന്നുണ്ട്. ഇത്രയും നാളും തന്നെ ചതിച്ച് തന്റെ കൂടെ കഴിഞ്ഞ തന്റെ ഭർത്താവ് തന്നെയാണെന്ന് തിരിച്ചറിയും കൂടി ഉണ്ടാകുമ്പോൾ ശാരിക്ക് സഹിക്കാനാകുന്നില്ല. ഇത്രയും നാളും കിരണും കല്യാണിയും പറയുന്നതൊക്കെ തന്നെയായിരുന്നു ശരി എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് തിരികെ എത്തിയ സരയുവിനോട് ദേഷ്യം കാണിക്കുകയാണ്. സരയു അരികിലേക്ക് വരുമ്പോൾ മാറിപ്പോവുകയാണ് നമ്മുടെ ശാരി ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിലും അവിടെ റൂമിലിരുന്നിരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്തിട്ട് രാഹുലിന്റെ തലക്കടിച്ച് വീഴ്ത്തുകയാണ്. രാഹുലാണെങ്കിൽ അപ്പം തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബോധം വരുന്ന രാഹുലിന് എന്തായാലും സമനില തെറ്റിയ ഒരു അവസ്ഥയിലേക്കാണ് തിരിച്ചു വരുന്നത്. രാഹുൽ ശരിക്കും ഒരു ഭ്രാന്തനായി മാറുകയാണ്. ആദ്യം ഒരു ഭ്രാന്തില്ലാത്ത രാഹുലിനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്കൊക്കെ കൊടുത്തിരുന്നതെങ്കിൽ ഇനി ശരിക്കും രാഹുലിനെ ഹോസ്പിറ്റലിലേക്ക് ഭ്രാന്താശുപത്രിയിലേക്ക് അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ എല്ലാ ക്രൂരതകളും ചെയ്ത് തൻ്റെ സ്വന്തം ഭാര്യയെ വരെ ചതിച്ച് മകളെയും ചതിച്ചുകൊണ്ടിരിക്കുന്ന രാഹുലിന് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സരയും ഇതൊന്നും അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ക്രൂരതകൾ ചെയ്യാനാണ് അവൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ സരയുവിനെ പരമാവധി പിന്തിരിപ്പിക്കാനും നമ്മുടെ ശാരി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇത്രയും നാളും ക്രൂരതകളൊക്കെ ചെയ്ത രാഹുലിനെ ഹോസ്പിറ്റലിലാക്കി അതിലൊരു വിഷമവും നമ്മുടെ ശാരിക്ക് തോന്നുന്നില്ല. ആ ഭ്രാന്തനായി അവൻ അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശാരി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താരയെ വിളിച്ചു വരുത്തുകയും താരയ്ക്ക് തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുകയാണ് ശാരി ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.